ഒരു ഗുരുസ്വാമി ഉണ്ടാവും, ഒരുപാട് പേര്. ഗുരുസ്വാമിയുടെ കൂടെ ഒരു 10-15 ആൾക്കാരുണ്ട്. അത് രാവിലെ അവരൊരു 5 മണിക്ക് വരുന്നു, തൊഴുന്നു പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സന്ധ്യയ്ക്ക് അവർ വരുന്നു. ആ ഒരു കേരളമൊക്കെ എവിടേക്കോ മാഞ്ഞു പോയോ എന്ന് എനിക്ക് സംശയം. പിന്നെ മാത്രമല്ല, ശബരിമലയ്ക്ക് പോകാന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതിലൊന്നും തോന്നരുത്, പലരും ഒരു ദിവസം വ്രതമെടുത്ത് പിറ്റേ ദിവസം പോവുക മാറി ഒരു ട്രിപ്പായി മാറി. അവിടേക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കാലത്തിനനുസരിച്ച് ഒരു മാറ്റമാണ്. അല്ല, കാലം മാറി എന്നുള്ള കാര്യം സത്യം തന്നെ. പക്ഷേ പ്രകൃതിയാണ് ആദ്യം ഈ മാറ്റം കാണിച്ചു തുടങ്ങിയത്. മനുഷ്യൻ എത്രത്തോളം പ്രകൃതിയെ ചൂഷണം ചെയ്തോ അത്രത്തോളം പ്രകൃതി നമുക്കിപ്പോൾ തിരിച്ചു തന്നുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വൃശ്ചിക മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്ത് കാറ്റ് വരേണ്ടതാണ്. ഈ മഴക്കാറ് വന്നിട്ട് കാറ്റ് മുറിഞ്ഞു പോയിരിക്കുകയാണ്. വൃശ്ചികക്കാറ്റും മുറിഞ്ഞു പോയി. ഇനി എപ്പോഴാണ് തിരിച്ചു ഈ ഹാർമണി അഥവാ പ്രകൃതിയുടെ താളത്തിൽ വരുന്ന വ്യത്യാസം. പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതും മനുഷ്യനാണ്. മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടും മനുഷ്യന്റെ സുഖഭോഗങ്ങളിലുള്ള താല്പര്യം കൊണ്ടും മനുഷ്യൻ എല്ലാം വെട്ടിപ്പിടിക്കുന്നു എന്നുള്ള ഒരു അഹന്ത കൊണ്ടും പ്രകൃതിയെ എത്രത്തോളം ചൂഷണം ചെയ്തോ അത്രത്തോളം പ്രകൃതി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും ശാസ്ത്രമോന്ന്. ശാസ്ത്രവും പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇതൊക്കെ ശാസ്ത്രീയതയുണ്ട്. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ മനുഷ്യൻ അനാവശ്യമായി ഉപയോഗിച്ചതിന്റെ ഫലമാണ് ഈ കാണുന്നത്.